ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നാളെ വലിയ നോയമ്പിലേക്ക് കടക്കുക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു. നമ്മളൊക്കെ വളരെ വളരെ ആഹ്ലാദത്തോടും ഒരുപാട് അനുഗ്രഹത്തോടും കടന്നു വന്നിട്ട് തിരിച്ചു പോകുന്നു. ഞാനിപ്പോ ശവടം കൂട്ടി വഴിയ ഒരുപാട് മുന്നോടെ ഭീഷണി പോലിൽ ഒത്തിരിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആള് വിട്ടുപോയി, ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അതാണ് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക്. അപ്പൊ നമ്മൾ ഇനിയുള്ള കാര്യം പറഞ്ഞു കേട്ടില്ലേ, വളരെ വരാനിരിക്കുന്ന ദുരന്തങ്ങള്. അതാണ് വെളിപാടിന്റെ പുസ്തകം നമ്മളോട് പറഞ്ഞത്. നമ്മളൊന്നും ഭാവിക്കുകയില്ല. ഇവിടുന്ന് പോകുമ്പോ അതൊക്കെ മറിക്കൂ. ഇപ്പൊ കോട്ടയ്ക്ക് കുരങ്ങ് പോയിട്ട പാല് നികർത്തിയിട്ട് കോട്ട ധ്യാനം കൂടി പോരാൻ നേരത്തെ ഊരി വിട്ടപ്പോ പഴയ പാർട്ടി വന്നു. ഒരു മാറ്റവും നമുക്കില്ല. പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് പാലിക്കുന്നവരായി മാറുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സഹനത്തിന് ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് പൗലോസ്ലിയ. ശൗലായി ക്രൈസ്തവ സഭയെ ഒന്നടങ്കം പീഡിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി ഇന്ന് അറ്റാലെ ഇരിക്കുകയാണ്. നമ്മളെപ്പോലൊരു വ്യക്തിയായിരുന്നു, മനുഷ്യനായിരുന്നു. അറ്റാലെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അനേകർക്ക് വേണ്ടി. എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. നമുക്ക് പറയാൻ പറ്റുമോ എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു? പറയാൻ പറ്റുമോ? പറ്റും. ആർക്ക് പറ്റും? എന്നിൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എനിക്ക് കിട്ടിയതല്ല ഉച്ചിഷ്ടം പോലെ ഞാൻ തള്ളിക്കളയുന്നു. നമുക്ക് പറയാൻ പറ്റുമോ? വെട്ടിപ്പിടിക്കുന്നു. ഇവിടെ പ്രിയരെ, 50-40 ദിവസം യേശു താമസം ചെയ്ത് ധ്യാനിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മളൊക്കെ ധ്യാനിച്ച് 50-ാം ദിവസം അല്ലെങ്കിൽ ഉദ്ധാനം ചെയ്ത ദിവസം അടിച്ചു പൊളിക്കാനുണ്ടെങ്കിൽ യേശു നന്നായിട്ട് മരിക്കാൻ ഒരുങ്ങി. അതാണ് പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ നിരന്തരം പറഞ്ഞു. അപ്പൊ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാനും നിങ്ങളൊക്കെ കടന്നു വന്നെങ്കിൽ ഈ പ്രാർത്ഥനാലയത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാം വിറ്റ് അത് സ്വന്തമാക്കണമെങ്കിൽ ഞാനൊരു ക്രിസ്തുവിന്റെ അനുയായി മാറണം, ക്രിസ്തു ശിഷ്യനായി മാറണം. ജീവിതത്തിൽ എന്നെ കണ്ട് മറ്റുള്ളവർ അനേകർ ക്രൈസ്തവരായി തീരണം. എന്റെ മനോഭാവം, എന്റെ ജീവിത രീതി, മറ്റുള്ളവരുടെ വ്യക്തിബന്ധങ്ങളൊക്കെ ക്രൈസ്തവ മനോഭാവത്തിലൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ തിരുവചനം എന്റെ ഹൃദയത്തിലെ സ്വാധീനിക്കുള്ളൂ. ക്രൈസ്തവ കഴിഞ്ഞ ബുധനാഴ്ച, ഇപ്പൊ നാളെ ബുധനാഴ്ച മരിയൻ ധ്യാനം ഉണ്ടായിരുന്നു അവിടെ IMC. ആദ്യം വന്നൊരു വ്യക്തി പുനലൂരുകാരന് ഭാര്യയും ഭർത്താക്കളെ കടന്നു വന്നു. അയാളുടെ തള്ള വിരലിൽ മുറിച്ച് കളഞ്ഞിട്ട് മുറിഞ്ഞു പോയിട്ട് എന്നിട്ട് ഒരു കമ്പി കൊണ്ട് വീണ് മുറിഞ്ഞത്, ക്യാൻസർ. ഇത് പൊറുക്കുന്നില്ല. 40 കൊല്ലം ചികിത്സിച്ച 67 വയസ്സുണ്ട്. ഡ്രൈവറാണ്. എല്ലാ ദുശീലം എല്ലാ അബദ്ധയും തന്നെ കൈവച്ചുകൊണ്ട് ഈ ഡ്രൈവർമാരെ എല്ലാരെയും അല്ല കേട്ടോ പ്രീസോളം. ഇപ്പൊ ഇതിനായിട്ട് വ്യക്തിബന്ധം വെച്ച് പുലർത്തി നോക്കപ്പെടുക വെറുപ്പിന്റെ മേഖലയാണ്, പാപത്തിന്റെ മേഖലയാണ് ഈ 40 കൊല്ലവും. വ്യഭിചാരത്തിന്റെ മേഖലയായിരുന്നു. ഓരോ വ്യക്തിയോടും ക്ഷമിച്ചു ക്ഷമ കൊടുത്ത് കർത്താവിന്റെ തിരക്കം ഹീൽ ചെയ്ത് കുഴിച്ചു കൊടുക്കുന്നവരും വേദന മാറാൻ തുടങ്ങി. അവസാനം ഓടാൻ തുടങ്ങി, ഒരു വണങ്ങാൻ തുടങ്ങി, ഒരു പുറത്തു. അവിടെയാണ് 1 Pet 24 അവന്റെ മുറിവിനാൽ സുഖപ്പെടും.
ഇവിടെ ഏത് മനുഷ്യനാണെങ്കിലും വെറുപ്പം വൈരാക്കി ഈ നോയമ്പ് കാലം എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ അബദ്ധം മാറ്റി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായെങ്കിൽ മാത്രമേ നോയമ്പെടുക്കാൻ പറ്റൂ. നോയമ്പെന്ന് പറഞ്ഞാൽ നോവണം. ആർക്കാ നോക്കാൻ പോണത്? ഒരു മനുഷ്യർക്കും നോവൂ. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം തന്നെ നാളെ കഴിക്കും, കുറെ കൂടെ, കാരണം മിച്ചം പിടിക്കുന്നവരുടെ കൂടെ കഴിക്കും. നോവുക, കൂടെ വസിക്കുക. ആരുടെ കൂടെ? യേശയ്യാ 58:3. ഈശോയുടെ കൂടെ. അതാണ് നോവുക. നോയമ്പെടുക്കുമ്പോഴേ കൂടെ എന്റെ യേശു കൂടെ ഉണ്ട്, തളരുകയല്ല, തളരുകയല്ല. അപ്പൊ കൂടെ വസിക്കാൻ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ശക്തി കിട്ടുന്നു. പ്രശാന്തിനൊക്കെ 40 ദിവസം ഉപവാസം എടുത്തിട്ട് ആദ്യം വന്നപ്പോ ഇങ്ങനെ തെല്ലിക്കൊരു പൊട്ടി, അത് കഴിഞ്ഞിട്ട് വണ്ണവും കുറിച്ചു, പച്ച ഇത് റെവിന്യൂവിനും വെള്ളം കഴിക്കണം. നമ്മളൊക്കെ കഴിച്ചിട്ട് ഉണ്ടല്ലോ. ഇവിടെ 8 നേരം കഴിക്കുന്നവരിക്കുക. ഞാൻ ഈ തപസ്സിന് ക്ലാസ്സിനൊക്കെ പറയും, മിക്കവാറും ആണുങ്ങളോട് പറയും, പെൺപിള്ളേരൊക്കെ തളർന്നു പോകും. അപ്പൊ ഞാൻ പറയും, സാധാരണ കൈ എപ്പോഴും വായിലായി പെണ്ണില്ല, അലക്കുമ്പോഴും അല്ലാതെ എപ്പോഴും കൈ. അത് കാരണം അറിയാമോ? ഇവര് ഒന്നും കിട്ടാതെ വരുമ്പോ തളർന്നു പോകും. മനുഷ്യർ, പുരുഷന്മാരതല്ല. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ. വീട്ടിലിരിക്കാൻ കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ കുറെ താമസിക്കും. ഇല്ല പക്ഷെ ഞാനൊക്കെ ഞാൻ കൂടെ ഉണ്ട്, കൊടുത്താൽ അറിയാനോട്ടിരിക്കട്ടെ, ഒരു പരിഗണനയില്ല. അത് കാരണം അവർക്ക് വിശക്കുകയല്ല, നമ്മൾ തളർന്നു പോകും. അതുകൊണ്ടാണ് നാം കർത്താവിന്റെ കൂടാണ്, ഒരിക്കലും തളരില്ല. ഉപവാസം എന്തിന്? നീ എന്തിന് ഉപവസിക്കുന്നു? ഉപവസിക്കുന്നത് എന്തിനാ? നിന്റെ ശരീരത്തിന് നന്മയ്ക്ക് വേണ്ടിയാണോ? നിന്റെ തിന്മയുടെ മോദസ് അവിടുന്ന് നിന്റെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തികൾ പുറത്തേക്ക് പോകുക. പ്രിയരും ചിന്തിച്ചു നോക്കിയേ, ഈ നോയമ്പ് കാലം നമ്മുടെ ജീവിതത്തിലെ ആരെയൊക്കെ യേശു ക്രിസ്തുവിനെ കൊണ്ടുവരാൻ പറ്റും? എന്റെ പാപം അല്ല, യേശു നമുക്ക് വേണ്ടി മരിക്കാൻ പോയ. കുഞ്ഞോ പറഞ്ഞു, ഈ മരണാനന്തര ജീവിതം എനിക്കുണ്ട്, ഞാൻ ഉദ്ധാരം ചെയ്യും. അതുകൊണ്ടാണ് കത്തോലിക്കൻ മരിച്ചാലും ജീവിക്കുന്നത്. കർത്താവ് യേശു നമ്മളെ ഇന്നലെ വരെ, ഇപ്പൊ ഞാൻ അപ്പച്ച എന്ന് പറഞ്ഞ പേര് എന്റെ അളിയൻ അറിയുന്ന, ഇന്നലെ കണ്ടത് മരിക്കാത്ത അപ്പച്ചനെ, ഇന്ന് മരിച്ചില്ല. അപ്പൊ ഇന്നലെ നമ്മളെ വേണ്ടി പാടും, സമയം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, ജന്മദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആരും കൂടെ വരികയില്ല. ആരെല്ലാം ഉണ്ടെങ്കിലും കൂടെ വരികയില്ല, കൂടെ വരുത്തുകയില്ല. ആ വീണ്ടും എന്ന് പറയാൻ സുറിയാനിപ്പാട്ടെ, മരണം വരും ഒരു നാൾ ഓർക്കുക മത്യ, നീ കൂടെ പോരും നീ ജീവിത ചെയ്തു, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പൊ എന്റെ ജീവിതത്തിൽ സൽകൃത്യങ്ങൾ ചെയ്താൽ എന്തുകൊണ്ട് പോകാൻ പറ്റും? നന്മയായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും. നമ്മളെ ഈ ധ്യാനം ചൊവ്വാഴ്ചക്ക് ഇവിടെ വന്ന ഒത്തിരി അനുഗ്രഹം പ്രാപിക്കണം. ഒരുപാട് ഉപകാര സ്മരണികൾ. എനിക്കൊന്ന് സ്വർഗത്തിൽ പോയി കിട്ടിയാക്കുള്ള 4 ഒരു ഉപകാര സ്മരണിയില്ല. ഒരു കടലാസ് എഴുതിയിട്ടില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. എഴുതിയിട്ടുണ്ട്. ജഡത്തിന്റെ കാര്യങ്ങൾ കുറെ അധികം എഴുതിയിട്ടുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗം സ്വന്തമാക്കണം. ദൈവത്തെ കണ്ടുമുട്ടണമെന്ന് ആരാ എഴുതിയത്? ആരെ കഴിയോ? പിന്നെ നമ്മൾ എഴുതുന്നതല്ലേ നമ്മുടെ ജീവിത ശേഷി. ബാക്കി വരുന്ന ജീവിതകാലം ഞാൻ ആരായിരിക്കണം? എനിക്ക് യേശുവായി രമ്യതപ്പെട്ട ഒന്നായി യേശുവിനെ സ്വർഗത്തെ കണ്ടുമുട്ടണം. അതെന്റെ ആത്മാവ് പോകും, ചവടക്കണക്കും, ശരീരം അടക്കം ചെയ്ത് പുഴു, വലിയ പുഴു ചെറുപുഴായിട്ട് ഓടി മത്സരിച്ച് വിടുത്തോണ്ട് പ്രീസ്തളം നമ്മൾ അങ്ങോട്ട് ഇടാൻ കാത്തിരിക്കുക, അതിന് മുമ്പ് ആപത്തിക്കൊണ്ട് പോകും. പ്രീസ്തളം. പിന്നെ ജഡത്തിലാണ്, ധനത്തിലാണെങ്കിൽ എന്റെ പള്ളിയില്, എന്റെ പള്ളിയില്, എന്റെ അയലോക്കത്ത് പള്ളിയില് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട മുട്ടക്കാരനെന്ന്, ഒരു മുട്ടക്കാരനെന്ന് ഇരട്ടപ്പേരുള്ള മുട്ടക്കച്ചവട. നമുക്കൊക്കെ ഇരട്ടപ്പേരുള്ളവരാ ഇല്ലേ? ആ പിന്നെ കൊള്ളാം. നമ്മളെ അറിയുന്ന മുഴുവൻ ഇരട്ടപ്പേരില്ല, അല്ലെ നല്ല പേരിൽ ആരും അറിയില്ല. അപ്പൊ മുട്ടക്കാരൻ അങ്ങനെ കുറെ കൂടെ മെച്ചപ്പെട്ട് മുട്ട നിർത്തി ഒരു റബ്ബർ ഫാക്ടറി ജോലിക്കാരനായി. റബ്ബർ ഫാക്ടറിക്കാരനായി കഴിയുമ്പോൾ മക്കളെല്ലാം അക്കരയ്ക്കും അമേരിക്കും. അപ്പൊ കുറെ കൂടെ മെച്ചപ്പെട്ട പറഞ്ഞു വീണ്ടും വിളി മുട്ടക്കാരനല്ല, റബ്ബർക്കാരനല്ല. അപ്പൊ പള്ളിയിലെ വിചാരിച്ചു പറഞ്ഞു, ഈ വിളി ഒന്ന് നിർത്തണം, ഞാൻ പള്ളി വാതിക്കൽ സ്ഥലം മേടിച്ച് വിളി വെക്കുക. അപ്പൊ പള്ളി വാതിക്കൽ അന്തോനി തന്നെ വിളിച്ച് അച്ഛൻ പറയണം. വീട്ടുപേര് മാറ്റി, തന്തപ്പേര് മാറ്റി.
അവിടെ കുഴപ്പമുണ്ട്. ആശായിക്കുമ്പോ അങ്ങനല്ലേ പേരൊക്കെ. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ അതിന്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞുണ്ട് ലോമ എന്ന് വെച്ചാ ലോമ, ലോനപ്പം മറിയാമ. ഇതാ അപ്പം രണ്ടുപേര് ലോ എൽ, മറിയാമ എം, ലോമ. വീട്ടുപേരൊക്കെ ഷോർട്ടാക്കി കളഞ്ഞ. ഇവിടെ ഇത് ഞാൻ മൊട്ടക്കാരൻ മാറി. പെട്ടെന്ന് ഞാൻ അറ്റാക്ക് വന്ന് മൊട്ടക്കാരൻ ചെത്തുപോയി. അപ്പൊ മൊട്ടക്കാരൻ ചത്തു കഴിഞ്ഞപ്പോ അങ്ങനെ ചത്തു കഴിഞ്ഞപ്പോഴേ മണിയൊക്കെ അടിച്ച് വലിയ എന്തായി മക്കളൊന്നും അമേരിക്കയിൽ വരാൻ പറ്റി. അപ്പം ശവടെ കടന്ന് വേറെ ഒരു കല്ലറ കെട്ടാനോ മറ്റൊന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥ. ഈ തളർന്നുപോയ അമ്മച്ചി മണ്ണി കുഴിച്ചിട്ടു, ചെറുതേരി കുഴിച്ചിട്ടു. എന്റെ പൊന്നെ, 1 വർഷം കഴിഞ്ഞപ്പോഴേ അല്ല ആണ്ടിന് മക്കളെ ഒരുമിച്ചു. ചാച്ചൻ മണ്ണി കിടക്കണം, ചാച്ചൻ മണ്ണി കിടക്കുക. നമുക്കൊരു കല്ലറ പണിയാൻ മാർബിളൊക്കെ കൊണ്ടുവന്ന് കഷ്ടക കൊണ്ടുവന്ന് പണിക്കാർ വന്നു. പൈക്കാളുകാരൻ വെട്ടാൻ തുടങ്ങി. പടവെന്ന് കേൾക്കാൻ ജോലി കണ്ടോ. ഞാനും എവിടെയാണ് അവിടെ നിന്റെ മനസ്സ്. വെട്ടി അഴിയത്തില്ല. ഇരുന്നോ വെട്ടി അഴിയത്തില്ല. പെട്ടിയുടെ പുറത്തോട്ട് വെട്ടി കിട്ടി. മരിക്കാട് പെട്ടി പൊളന്നു. അതോട് ചേട്ടന്റെ മീശി കണ്ടൊരു ഓട്ടാൻ തുടങ്ങി. സ്വന്തം മക്കളെ കടന്നു കളഞ്ഞു. ഞാൻ അവിടെയാണ് നിന്റെ കാര്യം മനസ്സിലായാലും. ഈ 40 ദിവസം നോയമ്പിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്കുള്ളത് പങ്കുവെക്കണം. യേശു പങ്കുവെച്ചുവെങ്കില് ഞാനും നിങ്ങൾ നോയമ്പെടുക്കുമെങ്കില് നോവുമെങ്കില് വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ഇല്ലായ്മയുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറായെങ്കില് ഈ നോയമ്പ് കൊണ്ട് പ്രയോജനമുണ്ട്. മുസ്ലിങ്ങൾ കണ്ടു, അവര് 30 ദിവസം നോയമ്പെടുത്താൽ 30 ദിവസം സക്കാത്ത് ചെയ്യും. നമ്മളോ 30 ദിവസം ബാങ്കിലിടും. ധർമ്മക്കാരൻ വന്ന വാതിക്ക് എഴുതി വെച്ചിട്ട് അകത്ത് പട്ടിയുണ്ട്, അവർ വരുമോ? അല്ല, കയറ്റിയുള്ള അകത്ത് പട്ടിയുള്ളൂ, ഇല്ലെങ്കിൽ വരാൻ കള്ളം വരുന്ന കുറെ കൂടിയാ. വാതിക്കൻ പട്ടിയുണ്ട് എഴുതാരാ? കത്തോലിക്കൻ മാത്രമേ എഴുതുള്ളൂ. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് കത്തോലിക്കൻ. അല്ലേ? എത്ര കോടി ഇന്നത്തെ മാർപ്പാപ്പയുടെ കാര്യം? 130-150 കോടി ജനങ്ങളുടെ അധ്യക്ഷനാണ്. ഇത്രയും ജനത്തെ ഭരിക്കുന്നത് ഇതൊക്കെ പെന്തക്കോസ്, കുന്തക്കോസ്, യാക്കോ, ഇതൊക്കെ വേറെ. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? റീത്ത്, റോമൻ കത്തോലിക്കര്, നമ്മളങ്ങനെ ആക്കുക. ഇവിടെ റോമന്റെ മാർപ്പാപ്പയുടെ കീഴിൽ ഞാൻ. പിന്നെ അതിൽ എൽസി ഉണ്ടെന്നേ ഉള്ളു കേട്ടോ. അതിന് പ്രത്യേക ഒരു പരിഗണന കിട്ടുന്നതിന് വേണ്ടി എൽസി ആക്കിയത്. നമ്മളെല്ലാം കത്തോലിക്കലാണ് മനുഷ്യ. അത്രേ ഉള്ള ആനുകൂല്യം നിങ്ങൾക്ക് ആർക്കും അറിയാം. നമ്മൾ കുറഞ്ഞ ആളുകളും അല്ല. ഈ റോമ കത്തോലിക്കലാ. നമ്മൾ തന്നെ പറയുന്നത് എൽസിയാണ്. ഏത് എൽസി? അത് ആനുകൂല്യം നേടാൻ വേണ്ടി. ഇവിടെ ബേബി ജോൺ മന്ത്രിയായിരുന്നപ്പോൾ കൊല്ലത്തുകാരുടെ പരവൽ അവർ ക്രിസ്ത്യാനിയാ. പക്ഷെ ആനുകൂല്യം സർക്കാർ ജീവനം കിട്ടാൻ വേണ്ടി അതിയാനൊരു വകുപ്പ് കൊണ്ടുവന്ന് കൊല്ലം മുഴുവൻ സർക്കാർ ജീവനക്കാരനായി. അതുകൊണ്ടല്ലേ ബേബി ജോണെ ജീവിച്ചിരുന്നപ്പോഴേ കല്യാണം കഴിച്ചിട്ട് പള്ളി കെട്ടില്ല. കാരണം കൊണ്ടുവന്നു ഇയാൾ നമ്മൾ പാർട്ടിക്കാരൻ. അവസാനം പള്ളിയിൽ നിന്ന് വിട്ടുപോയി എങ്ങാണ്ടൊക്കെ ചേർന്ന് ചത്തപ്പോഴേ ആ കൊല്ലം ചിത്രമുളകര പള്ളി കൊണ്ടുവന്ന് ഈ ബിഷപ്പുമാരെല്ലാരും കൊണ്ടാണ്. അതിനു മുമ്പ് കാരണം കഴിഞ്ഞ ആഴ്ചയില് എന്റെ മകന്റെ കൊച്ചിന്റെ മാംസ മുഖ്യത് ഈ ശിബുവിയുണ്ട് അനീന ആലപ്പുഴ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജീവിച്ചെടുക്കുമ്പോഴേ നന്മ ചെയ്താൽ, നന്ദി ചെയ്താൽ, ഷെയർ ചെയ്താൽ, പങ്കുവച്ചാൽ ദൈവാനുഗ്രഹം നമുക്ക് ഒരുപാടുണ്ടാകും, ഒത്തിരി ഉണ്ടാകും. മദർ തെരേസ നമ്മൾ കേട്ടില്ലേ? ഞാൻ അമ്മേനായിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എത്തിയപ്പോഴേ ആലപ്പുഴയിൽ കളത്തിൽ വരുമ്പോഴേ ആലപ്പുഴയിൽ എത്തിയപ്പോഴും വരുമ്പോഴേ അമ്മയുടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ അമ്മ മരിച്ച വിശുദ്ധത്തിന് കാണാൻ വന്നു. അമ്മ താങ്ങുന്നു. അമ്മ പ്രായമുള്ളതാണെങ്കിൽ അമ്മ താങ്ങും. അപ്പൊ അവിടെ എന്താ പറയാ, അന്ന് കഥ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു വീട്ടിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഈ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ ടാർഗറ്റ്. അത് ഞാൻ നക്കിച്ചു.
എന്നിട്ട് പറഞ്ഞു ഇനി എനിക്കുള്ളതാണ് ആ കണ്ണുകളിൽ പോയി കുറെ ചെക്കെഴുതി കൊടുത്തു. ഇതാണ് ജീവിക്കുന്ന ക്രിസ്തു. അതാ കണ്ടാൽ പറഞ്ഞു ഒരു കണ്ണം തെളിച്ചാൽ നമ്മൾ 3 കണ്ണത്ത് അടിക്കും. ഒന്നുകൂടെ കൂടുതൽ അടിക്കും. കാരണം വൈരാഗ്യമുള്ള നമുക്ക്. ഞാൻ ചിന്തിച്ചു നോക്കുക, ഒന്ന് ക്ഷമിച്ച്. ഇപ്പൊ IMS കഴിഞ്ഞ ധ്യാനത്തിന് തന്നെ ഒരു കൽപ്പണിക്കാരൻ 6ാം നിലയിൽ താഴെ വന്നത് 2 വടി 5 പേരുമായിട്ടാ പോയത്. വടിയില്ല. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലൂക്കാ 4:18 കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബന്ധിതരോട് സുവിശേഷം പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നു. ഇത് കേട്ട യഹൂദജനം അന്ന് മുതലേ കൊല്ലാൻ തുടങ്ങി. ഇവൻ ജീവിച്ചിരുന്ന കൊള്ളിയല്ല, ഇവൻ രാജാവാണ്. ഇവൻ സ്വയം പറയുന്നു ഇവൻ രാജാവാണ്. അന്നുപോലെ ആരംഭിച്ചു. അതുകൊണ്ടാണ് കല്യാണ വീട്ടിൽ വെച്ച് യോഹന്നാൻ 2 മറിയം പറഞ്ഞു മോനെ ഇവിടെ വീഞ്ഞില്ല. അപ്പൊ പറഞ്ഞു ഞാനിപ്പോ ചാകണം, എനിക്ക് എന്താ കാരണം, എന്റെ സമയമായിരുന്നു ഇപ്പോഴായിരുന്നു സത്യമല്ല. അപ്പൊ അനുഭവിച്ചത് അന്ന് ചാകും. ഇപ്പോഴും വേണോ എങ്കിലും അമ്മയുടെ നിർബന്ധം കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ചക്കം ബാക്കി നടക്കുകയാണ് യഹൂദ പ്രമാണി നന്മ ചെയ്തവരേക്ക്. യേശുവിനെ കുരിശിലേക്ക് വളരെ വ്യക്തമായ അവസ്ഥകളുണ്ട്. നമ്മുടെ പാപ പരിഹാര ബലിയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം പറഞ്ഞു എന്റെ പാപ പരിഹാര ബലിയാണ് യേശു ക്രിസ്തു. മരിച്ചതിനാണ് എന്റെ തെറ്റിന് ശിക്ഷയാണ് ഞാൻ വഹിക്കേണ്ട. ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാണ് യേശു കുരിശിൽ മരിച്ചത്. ഞാൻ ആർക്ക് വേണ്ടി മരിച്ചു? ഞാൻ ആർക്കെങ്കിലും വേണ്ടി മരിച്ചു? ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു നേരത്തെ ആശയം കേട്ടാണ് കൈയും കാലം കുറഞ്ഞു. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മധൈര്യം വേണ്ടേ? പരിശുദ്ധാത്മാവ് നിലയണ്ടേ? പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് അമ്മ. യേശുവിന്റെ അമ്മ ലോക അവസ്ഥയിലേക്ക് കടന്നു വന്ന് ഈ മകന്റെ മരണത്തിന് കൂടെ നിന്നുകൊണ്ട് ഒരു കാവൽ നിന്നുകൊണ്ട് നിഴലായി പുറകെ നടന്നൊരമ്മ. യേശു മരിക്കുകയല്ല, അമ്മ ധൈര്യമുണ്ട്, സപ്പോർട്ടുണ്ട്. നമ്മള് മകന്മാര് പോകുമ്പോ എസ്കാറ് പോണ അമ്മ കൂടെ പോയി തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യം കാണുന്നുണ്ട്. പിന്നെ ശക്തി അവിടെ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്. ആ ബോധ്യത്തിലൂടെ ഈ നോയമ്പ് കാലത്ത് ഈ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളെ കൊച്ചു പള്ളിയ ഇത്രയും പേരില്ല. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് അടുത്തൊരു പാവപ്പെട്ട വീടിന് ഒരു ഭവനം, ഉണ്ണീശയ്ക്ക് ഒരു ഭവനം. കഴിഞ്ഞ 25 നോയമ്പില് ഇതുപോലെ സക്കാത്ത് തിരിച്ചു കിട്ടി, ഒരു പെറ്റ് വെച്ചു. നിങ്ങൾ ഉപേക്ഷിക്കുന്ന പൈസ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു നമുക്ക് ഉണ്ണീശയ്ക്ക് ഒരു വീട് പൈസ. ആ വീട് വെച്ച് വെഞ്ചരിച്ചു. ഈ വരുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങോട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നില്ലേ? രോഗശാന്തി കിട്ടുന്നു, മനഃശാന്തി കിട്ടുന്നു, അക്കരയ്ക്ക് പോകുന്നു, കല്യാണം നടക്കുന്നു, മക്കളെ കിട്ടുന്നു, ചോദിച്ചു തരുന്നു, കാലൊടിഞ്ഞു മാറ്റും. അപ്പൊ ഇവിടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിന് നന്ദി കടലാസ് മാത്രമല്ല, ആണോ? പിന്നെ പ്രവൃത്തി കൂടെ വേണം. അതാണ് പറഞ്ഞത്. പ്രവൃത്തി കൂടെ ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്, മരിച്ചതാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യണം? ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഈ നാളെ തുടങ്ങുന്ന ആദ്യം ആരായാലും കുഴപ്പമില്ല. അതിന് ഉദാഹരണം ഞാനൊരു കല്യാണം, ഒരു 5 പേര്, അച്ഛൻ, അമ്മ, 2 പെൺമക്കള്, ഒരമ്മ. മൂത്ത മകളെ ഡിഗ്രി പഠിക്കുമ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞു. ആദ്യ ദിവസം ധ്യാനമാണ്. അപ്പൊ ഞാൻ എപ്പോ ക്രിസ്ത്യാനാവും? ചോദ്യമാണ്. കൗൺസിലിംഗ് കഴിഞ്ഞാവും. ഞാനെ ഇത്രയും പറഞ്ഞു ഇത് വീട്ടിൽ പറയും. അവൾ പറഞ്ഞ് അവസായി പറയണം. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ഒരു ആവശ്യമുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, രാധ പറഞ്ഞു, ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മുങ്ങായിരിക്കുക. എന്താ ഇവക്കൊരു ചെറുകട കിട്ടണ്ടേ? മാപ്പിളയെ ആ ചെറുകട കിട്ടാൻ പറ്റൂ? അത് ശരിയല്ല, അതൊരു ന്യായം. പക്ഷെ പെട്ടെന്നാ മുങ്ങിയത്. വിനിയാഴ്ചയോട് പറഞ്ഞു, വിനിയാഴ്ച മുക്കി അവരങ്ങ് മുമ്പോട്ട് കടന്നുപോയി. പെട്ടെന്ന് ഇവിടെ MSc പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു നല്ല കത്തോലിക്കൻ, അത് ആലപ്പുഴയിലെ തത്തമ്പള്ളി എന്ന് പറഞ്ഞ നല്ല കത്തോലിക്കൻ, സുറിയാനി കത്തോലിക്കൻ വന്നിട്ട് പറഞ്ഞു, അവരപ്പം വന്നിട്ട് പറഞ്ഞു ഈ പെണ്ണെ കെട്ടിച്ചിട്ടുണ്ട്. ഒരു കണ്ടോളി ആര് കെട്ടുമെന്ന് ആകുലപ്പെട്ട് നിൽക്കുമ്പോഴേ കെട്ടിച്ചു കൊടുത്തു. ചെറുക്കന് പെണ്ണ് കാണുന്ന പള്ളി വെച്ച് മനസ്സമ്മതി നെറ്റിലൂടെ കണ്ടതാണ്. അടിപൊളി കല്യാണം. കല്യാണം കഴിച്ചവർ ആന്ധ്ര ജീവിക്കുമ്പോൾ 2 പേർക്ക് ചുരുങ്ങി. അവൻ 7 ലക്ഷം രൂപ കപ്പലിലുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോ അയാളെ വേണ്ട BSc നേഴ്സാണ് അത്ര തട്ടപ്പള്ളിക്കാരൻ തന്നെ മുന്നോട്ട് താമസിക്കുന്ന പാർട്ടി ചോദിച്ചു ഈ പെണ്ണെ കെട്ടിച്ചേരാ ഈ കഴിഞ്ഞ കാഴ്ച കല്യാണം അവരുടെ മാതാപിതാക്കന്മാർക്ക് വല്ല ഉത്കണ്ഠ ചോദിച്ചില്ല, വാങ്ങിച്ചില്ല. കത്തോലിക്കരായ നമ്മളൊക്കെ ചിന്തിക്കുന്ന എങ്ങനെയാ ഇങ്ങോട്ട് വന്നാൽ എന്ത് പറ്റും? ഒന്നും പറ്റത്തില്ല. ദൈവം കൂടെയുള്ളവന് ഒന്നും സംഭവിക്കുക. ഇവിടെ ഈ നോയമ്പ് കാലത്തില് നാം ശക്തമായിട്ട്